ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്? എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഒരു ബിഗിനറിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ കുറച്ച് പൈത്തൺ പഠിച്ചു. അതായത് എനിക്ക് വാരിയബിൾ എന്താണെന്ന് അറിയാം, ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം, ലൂപ്പ് എന്താണെന്ന് അറിയാം, കണ്ടീഷണൽസ് എന്താണെന്ന് അറിയാം. പക്ഷെ എന്നിട്ടും ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല. ഞാനിപ്പോൾ ഒരു നല്ല കോഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നൊരു കോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഏതൊരു ലാംഗ്വേജ് ആയിക്കോട്ടെ ആ ലാംഗ്വേജിൻ്റെ എല്ലാ കൺസെപ്റ്റും നന്നായി പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൈൻഡിൽ. ഇതിനൊരു ആൻസർ തേടി അവസാനം മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ജനറൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ ട്യൂട്ടോറിയൽ നോക്കും. ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ആ ട്യൂട്ടോറിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയല്ല. അതായത് നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, അല്ലെങ്കിൽ ചില കോഴ്സിൻ്റെ ഒക്കെ ടൈറ്റിൽ കാണാം 0 to മാസ്റ്റർ അല്ലെങ്കിൽ 0 to അഡ്വാൻസ്ഡ്. പ്രോഗ്രാമിങ്ങിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റിൽ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനെ മാസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ടെക്നോളജീനെ മാസ്റ്റർ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഏത് ടോപ്പ് ഡെവലപ്പർ ആണെങ്കിലും അവർ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അവർ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് എൻ്റെ വെബ് ആപ്ലിക്കേഷനിൽ ഒതന്റിക്കേഷൻ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ടോപ്പ് ഡെവലപ്പർ ആണെങ്കിൽ അയാളൊന്നും നോക്കണ്ട, അയാൾ ജസ്റ്റ് കോഡ് എഡിറ്റർ തുറക്കുന്നു, പടപട ടൈപ്പ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, അയാൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയല്ല. ഒരു ഡെവലപ്പറിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഒരിക്കലും ഒരു ലാംഗ്വേജിന്റെ എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിന്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ റിയാക്റ്റിലെ എല്ലാ കൺസെപ്റ്റുകളും അതൊക്കെ ഉള്ള ഒരു ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കൺസെപ്റ്റ് മൊത്തം തലയിലേക്ക് കയറ്റുക എന്നുള്ളതല്ല ഒരിക്കലും ഇതിന്റെ ഗോള്. ഇതിന്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് എനിക്കൊരു ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു തേങ്ങ അറിയില്ലെങ്കിൽ പോലും അത് ഡോക്യുമെന്റേഷൻ നോക്കി, യൂട്യൂബ് നോക്കി, ഗൂഗിൾ നോക്കി അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അതാണ് സ്കില്ല്. ആ ഒരു പ്രോസസ്സാണ് സ്കില്ല്. അല്ലാണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റായി എല്ലാ കാര്യങ്ങളും പഠിച്ച് എനിക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമേ ഇല്ല. അതാണ് ഒന്നാമത്തെ നമ്മുടെ മൈൻഡിലുള്ള മിസ്കൺസെപ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില കോഴ്സുകൾക്ക് സെല് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ പറയുന്നേക്കാം പ്രോഗ്രാമിംഗ് പഠിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കാം, കോടികൾ സമ്പാദിക്കാം, പൈസക്കാരനാവാം, ജോലി നേടാം. ആ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കാണ്ട് നിങ്ങൾ പ്രോഗ്രാമിങ്ങിനെ ഒരു ഹോബി എന്നുള്ള പെർസ്പെക്റ്റീവ് നിന്ന് കാണാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കിക്കോട്ടെ, എന്തെങ്കിലും ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ചാറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ടു ഡു ആപ്ലിക്കേഷൻ എങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിന്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ജോലിയും ബാക്കി കാര്യങ്ങളൊക്കെ ബോണസ് ആയിട്ട് കിട്ടും. എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ഞാൻ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നും കൺസെപ്റ്റ് ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഇവിടെ എന്തൊക്കെയോ ടിങ്കർ ചെയ്ത് എന്തൊക്കെയോ ഒപ്പിച്ചും ശരിയാക്കി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെയാണ് എന്ന് വെച്ചാൽ എന്താ നടക്കുന്നത് പോലെ എനിക്ക് ശരിക്കും അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അത് തന്നെയാണ് ഈ പ്രോഗ്രാമിങ്ങിന്റെ കേസിൽ പറയാനുള്ളത്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല, ആൻഡ് ദാറ്റ്സ് ഓക്കെ. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ റിയലൈസ് ചെയ്തോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ AWS യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഇതിനകത്ത് എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കുറേ സാധനങ്ങൾ, കുറേ സർവീസുകളുണ്ട്, ഒരുപാട് സാധനം, ഇപ്പോഴും കുറേ സാധനങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ഫെമിലിയാരിറ്റി തോന്നാൻ തുടങ്ങും. ഫെമിലിയാരിറ്റി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിരുന്നു വർക്ക് ചെയ്യുന്നതിലേ എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഈ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തില്ല. അപ്പം ഒരു സാധനം സോൾവ് ചെയ്യാൻ ഒരു ഡെവലപ്പർ ഒരു വഴി തിരഞ്ഞെടുക്കും, വേറൊരു ഡെവലപ്പർ വേറെ വഴി തിരഞ്ഞെടുക്കും. അപ്പൊ ഇതാണ് അല്ലെ അതാണ് പെർഫെക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ല. നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത് അത് ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.